സാമുദായിക ഐക്യം, ദേശസുരക്ഷ ഇതെല്ലാം വളർന്ന് പുഷ്ടിപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൊളക്കാടൻ മൂസ ഹാജി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ പതനം? ശ്രീ ടി ജി മോഹൻദാസ്, നമുക്ക് അത് കുറച്ചുകൂടെ ദുരൂഹത തോന്നിക്കുന്ന ഒരു വിഷയമാണല്ലോ. മാത്രമല്ല ഒരു കാര്യം കൂടി, ഈ കുളക്കാടൻ മൂസ ഹാജിയുടെ ഈ നീക്കങ്ങൾക്ക് കുറെ കൂടി പ്രത്യക്ഷമായൊരു ശക്തി കിട്ടുന്നത് CM പ്രദീപ് കുമാർ കൂടി ഇതിൽ കക്ഷി ചേരുന്നതോടെയല്ലേ? ഈ CM പ്രദീപ് കുമാർ പിന്നീട് BJPയുടെ തന്നെ ഈ മാറാട് അനുസ്മരണ യോഗങ്ങളിൽ പങ്കാളി ആകുന്നില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തലുകൾ അത്തരം വേദികളിൽ നടത്തിയില്ലേ? അതിൻ്റെയൊക്കെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് CBI കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന നീക്കത്തിലേക്ക് നിങ്ങൾ എത്തിയത്? എന്ന് വെച്ചാൽ ഇതൊന്നും യാദൃച്ഛികമല്ല. ഈ രണ്ടാം അന്വേഷണത്തിൻ്റെ സാധ്യത തുറക്കപ്പെടുന്നതിലും വിവിധ കണ്ണികൾ പ്രവർത്തിക്കുന്നു എന്ന് സംശയം തോന്നിയാൽ അതിനുള്ള മറുപടി എന്താണ് ശ്രീ ടി ജി മോഹൻദാസ്? വേണു, കാലം ഒരുപാട് കടന്നുപോയതുകൊണ്ട് ആൾക്കാരുടെ ഓർമ്മകൾ മിക്സപ്പായി പോകുന്നു ഈ ചർച്ചയിൽ. ഫിറോസിനും അത് സംഭവിച്ചു, കുഞ്ഞിക്കണ്ണനും അത് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ 2003 ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ CBI അന്വേഷണവുമായിട്ട് പൊതുവെ ഹിന്ദു ഗ്രൂപ്പ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങൾ, ശ്യാമള ആയിരുന്നു പെറ്റീഷണർ. ശ്യാമള സാധു സ്ത്രീയാണ്, എന്ത് ചെയ്യാനാണ്, എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കുമ്മനം രാജേട്ടനാണ്. കുമ്മനം രാജേട്ടൻ്റെ കുറഞ്ഞ ഒരു 6 ജോഡി ചെരുപ്പെങ്കിലും തേഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട്. അന്ന് മഹേഷ് കുമാർ സിംഗ്ല നേരിട്ട് ഹൈക്കോടതിയിൽ IPS ഓഫീസർ നേരിട്ട് കോടതിയിൽ വന്നിട്ട് സ്മാർട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ നടത്തി. അത് കേട്ടുകൊണ്ടിരുന്ന ഞാൻ പോലും ഇളകിപ്പോയി. എനിക്ക് ഇമ്പ്രസ്ഡ് ആയിപ്പോയി മഹേഷ് സിംഗ്ലയുടെ ഇംഗ്ലീഷും അദ്ദേഹത്തിൻ്റെ അടുക്കും ചിട്ടയുമായിട്ട് പ്രസൻറ്റേഷനും. ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജവഹർലാൽ ഗുപ്ത ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കേട്ടതിൽ നിന്ന്, സബ്മിഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ശരിയായ ദിശയിൽ പോകുന്നു, ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ ഡിസ്പോസ് ചെയ്തു. അത് കഴിഞ്ഞ് 2006 തോമസ് B ജോസഫ് കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. വീണ്ടും കുമ്മനം രാജശേഖരൻ ഹൈക്കോടതിയിൽ, ജസ്റ്റിസ് ജെ ബി കോശി പറഞ്ഞു, ഇത്രയും താമസിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തന്വേഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി തള്ളി. കുമ്മനം രാജശേഖരൻ സുപ്രീം കോടതിയിൽ പോയി. KG ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ്, KG ബാലകൃഷ്ണൻ ഇത് തന്നെ പറഞ്ഞു, അറ്റ് ദിസ് ലോങ് പോയിൻ്റ് ഓഫ് ടൈം എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ എന്തന്വേഷിക്കാൻ പോകുന്നു, വി ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് എന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി ഒരു പെറ്റീഷൻ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് തീരും ഈ ഏർപ്പാട്. അതുകൊണ്ട് ഡിസ്മിസ് ചെയ്യരുത്, ഞങ്ങൾ വിഡ്രോ ചെയ്യാം എന്ന് സബ്മിറ്റ് ചെയ്തു. കൈലാസനാഥ പിള്ളയും ശ്രീധരൻ പിള്ളയുമായിരുന്നു വക്കീലന്മാർ. അതൊരു സ്ട്രാറ്റജിക് മൂവാണ്. കാരണം വീണ്ടും സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു വാതിൽ തുറന്നിടുക. KG ബാലകൃഷ്ണൻ ഗ്രേസ്ഫുള്ളായിട്ട് പറഞ്ഞു, ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം, ഡിസ്മിസ്ഡ് ആസ് വിഡ്രോൺ എന്ന് പറഞ്ഞ് എഴുതി തന്നു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ കോടതിയില്ല. ഇതിനിടയ്ക്കാണ് കൊളക്കാടൻ മൂസ ഹാജി 2012 ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. ആ ഹർജി അവിടെ കിടന്നു. ഇതിനിടയ്ക്ക് CBI അന്വേഷണം, ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരിയാണ്, LDF സർക്കാർ അച്യുതാനന്ദൻ നേരിട്ട് മൻമോഹൻ സിംഗിന് കത്തയച്ചു. അവസാനം 4-5 കത്തയച്ചിട്ട് ഇവർ പറ്റില്ല എന്ന് പറയുന്നതുകൊണ്ട് നേരിട്ട് കത്തയച്ചു. അതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ അന്ന് CPM സപ്പോർട്ട് ചെയ്താണ് UPA സർക്കാർ ഭരിക്കുന്നത്. CPM വിചാരിച്ചാൽ ഒരു കാര്യം നടത്തിയെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പോട്ടെ, അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് ആകും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും CBI സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ നിരസിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അച്യുതാനന്ദൻ നേരിട്ട് മൻമോഹൻ സിംഗിന് DO ലെറ്റർ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ അയച്ചു. മൻമോഹൻ സിംഗ് ഡീസൻ്റായിട്ട് മറുപടി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, അവർ സമ്മതിക്കുന്നില്ല, CBI പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അവിടെ കടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കുന്നത്. CM പ്രദീപ് കുമാറിനെ അതിൻ്റെ തലവനായി വെച്ചു. കൂടെ വെച്ച ആൾക്കാർ മുഴുവൻ CM പ്രദീപ് കുമാറിനേക്കാൾ സീനിയറാണ്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമായി. ഒരാൾ അതിനിടയ്ക്ക് റിട്ടയറായി, വേറൊരാളിനെ മാറ്റി, CM പ്രദീപ് കുമാറിനെ റീഡെസിഗ്നേറ്റ് ചെയ്തു. ഇങ്ങനെ ഈ കസേരകളിൽ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും കോടതിയിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കൊളക്കാടൻ മൂസ ഹാജിയുടെ പെറ്റീഷൻ തള്ളണമെന്നും CBI അന്വേഷണം കൊടുക്കരുതെന്നുമാണ് 2012 മാർച്ച് 14 കേരള സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം. അന്ന് ഉമ്മൻചാണ്ടിയാണ് ഭരിച്ചത്. അതിനുശേഷം പിണറായി വിജയൻ വന്നതിന് ശേഷം ആ സത്യവാങ്മൂലം തിരുത്തി കൊടുത്തതായിട്ട് എനിക്കറിവില്ല. ശരിക്കു പറഞ്ഞാൽ കേരള സർക്കാർ കൊളക്കാടൻ മൂസ ഹാജിയുടെ പെറ്റീഷനെ എതിർക്കുകയാണ് ചെയ്തത്. ഈ പുറത്ത് ഒന്ന് പറയുകയും
അകത്ത് വേറൊരു രീതിയിലും ചെയ്യുന്നത്. ഇപ്പോൾ വേണുവിൻ്റെ കയ്യിൽ ധാരാളം കടലാസുകളുണ്ടല്ലോ. മാറാട് കമ്മീഷൻ മുമ്പാകെ മാതൃഭൂമിയുടെ NP രാജേന്ദ്രൻ കൊടുത്ത മൊഴിയുണ്ട്. വേണുവിൻ്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഫിറോസിൻ്റെയും കൂടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, NP രാജേന്ദ്രനും സജീവനും പ്രാണൻ കളഞ്ഞ് ഈ പ്രശ്നം തീർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിലെ ഉത്തരവാദപ്പെട്ട ചുമതലക്കാരായിരുന്നു അവർ. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവർ മുന്നോട്ട് വെച്ചൊരു വാദം, ഒരു CBI അന്വേഷണം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമെങ്കിൽ ദൈവത്തെ ഓർത്ത് നമുക്കത് ചെയ്യാം, അത് കൊടുക്കുക എന്ന് ആൻ്റണിയോട് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയും കൂടെയുണ്ട്. കുഞ്ഞാലിക്കുട്ടി NP രാജേന്ദ്രനെ വിളിച്ച് പുറത്തിറക്കി കുഞ്ഞാലിക്കുട്ടിയുടെ മുറിയിൽ കൊണ്ടുപോയിട്ട് ക്ഷുഭിതനായിട്ട് ചോദിച്ചു, എന്നെ ജയിലിലാക്കാനാണോ രാജേന്ദ്രൻ്റെ പുറപ്പാട് എന്ന് ചോദിച്ചു. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഭയന്നിരുന്നു. അന്ന് ഭരിക്കുന്നത് BJP ആണ്, അവർ CBIയെ കൊണ്ട് മുസ്ലിം ലീഗുകാരെ അറസ്റ്റ് ചെയ്യിക്കും എന്ന് ഭയന്നിരുന്നു. CPMനും ആ പേടിയുണ്ടായിരുന്നു, ആരെങ്കിലുമൊക്കെ പെട്ടുപോകുമോ, ഇവർ കള്ളത്തരം കാണിക്കുമോ എന്ന്. ഇതിനിടയ്ക്ക് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മാറാട് സന്ദർശിക്കുകയും കോഴിക്കോട് ഒരു സെൽഫ് ഗോൾ അടിക്കുകയും ചെയ്തു. ഓർമ്മയുണ്ടോ? ID സ്വാമി പറഞ്ഞു, ആൻ്റണിയുടെ പോലീസ് വളരെ സ്മാർട്ടായിട്ടാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ ഞാനടക്കമുള്ളവരന്ന് കലാപം ഉയർത്തി, ഇതെന്താ ഇത്, ഞങ്ങൾ CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ആഭ്യന്തര സഹമന്ത്രി ഇത് പറയുന്നു. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു അജണ്ടയും അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നും ഉണ്ടായിരുന്നില്ല. നിഷ്കളങ്കമായിട്ടും സത്യസന്ധമായിട്ടുമാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടത്. ഇതിനകത്ത് അജണ്ട ഉണ്ടായിരുന്നവർ ഈ പറഞ്ഞവരൊക്കെയാണ്. ഇനി ഒരു കേസ് കൊടുത്തു, CBI അന്വേഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. പറയൂ ശ്രീ TG. ഒരു കാര്യം, അങ്ങ് ഇതിൽ ഒരു തരം ഓർമ്മത്തെറ്റുമില്ലാതെ കാലാനുക്രമമായി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയുണ്ടായല്ലോ. ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി, ശ്യാമള CBI അന്വേഷണം ആവശ്യപ്പെട്ടു പോയി, സിംഗ്ലയുടെ പ്രകടനം അങ്ങ് തന്നെ അത്ഭുത സ്തബ്ധനാകുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നു, സുപ്രീം കോടതിയിലെത്തുമ്പോൾ ഇതിനു വേണ്ടി വാദിച്ചിരുന്ന ഒരു അഭിഭാഷകൻ PA ശ്രീധരൻപിള്ളയാണെന്നും. ഈ ശ്രീധരൻപിള്ളയുടെ റോള് കൂടി ഈ ശ്യാമള കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിവാദങ്ങൾക്ക് വഴിവെച്ച ആ കാര്യം കൂടി ഒന്ന് പറയാമോ? അത് പറയാം. അത് 2011 ലോവർ കോർട്ടിൽ പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ബാബു മാത്യു P. ജോസഫാണ് അവിടെ അന്നിരുന്നത്, സെഷൻസ് ജഡ്ജിയായിട്ട്. അദ്ദേഹം ഈ കേസ് ജഡ്ജ്മെൻറ്റിനായിട്ട് റിസർവ് ചെയ്തു. വാദം കഴിഞ്ഞിട്ട് റിസർവ് ചെയ്തിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് ഒരാൾ പൊതുതാൽപര്യ ഹർജിയുമായിട്ട് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വരുന്നു. ആ സമയത്ത് CBI അന്വേഷണം ഹൈക്കോടതി കൊടുത്താൽ ഈ ജഡ്ജ്മെൻറ്റ് റിസർവ് ചെയ്തത് അവിടെ ഇരിക്കും. പിന്നെ കീഴ്ക്കോടതിക്ക് ജഡ്ജ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജഡ്ജ്മെൻറ്റിൽ ഏകദേശം ഉറപ്പാണ്, കുറേ അധികം പേരെങ്കിലും ശിക്ഷിക്കുമെന്നുള്ളതും ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് പ്രസ്റ്റീജിയസ് ആയിട്ട് നടത്തിയ കേസാണത്. അപ്പോൾ അന്ന് ആ കേസിൽ കക്ഷി ചേർന്നിട്ട് ഈ പറഞ്ഞ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ബാബു എന്നൊരാൾ കക്ഷി ചേർന്നിട്ട് ശ്രീധരൻപിള്ളയൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ ഇല്ലയെന്ന് നമ്മൾ പറയുന്നത്? അന്ന് പറഞ്ഞു, കീഴ്ക്കോടതിയിൽ ഇത് റിസർവ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഈ കീഴ്ക്കോടതി പരിഗണിക്കുന്ന പോർഷൻ മാറ്റിവെച്ച് എല്ലാവരും വിരോധമില്ല. ലീഗ് മാത്രമല്ല, CPM മാത്രമല്ല, ഇല്ലില്ല, എനിക്ക് വ്യക്തമായി, ലീഗ് മാത്രമല്ല, CPM മാത്രമല്ല, നിങ്ങളും കുറേ ഒരു സന്ദർഭമാണ്. ശരി, പൂർത്തിയാക്കിക്കോളൂ, ഒരുപാട് സമയം എടുക്കരുത് ദയവേത്. ഇല്ല ഞാൻ പൂർത്തിയാക്കട്ടെ. ബുദ്ധിമുട്ടി എന്ന് പ്രഖ്യാപിക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞത് സത്യമാണ്. കാരണം 2003 സംഭവങ്ങൾ വേണോ ആലോചിച്ച് നോക്കിയേ. ഭാഗികമായ CBI അന്വേഷണം വേണോ വേണ്ടേ എന്നൊരു തർക്കം വന്നു. 11 വക്കീലന്മാരുടെ ഒപ്പീനിയൻ ആൻ്റണി വാങ്ങിച്ചു, 11 പേരുടെ. അതിൽ ഏകദേശം 10 പേരും, അതിനകത്ത് ഇന്നിപ്പോൾ കേരള ഹൈക്കോടതിയിലിരിക്കുന്ന ജസ്റ്റിസ് തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ അന്ന് വക്കീലായിരുന്നു, കുമ്മൻ രാജേട്ടൻ്റെ വക്കീലായിരുന്നു അദ്ദേഹം ഒപ്പീനിയൻ കൊടുത്തു. ഇന്ന് സീനിയർ വക്കീലായ അഡ്വക്കേറ്റ് രാംകുമാർ ഒപ്പീനിയൻ കൊടുത്തു. ആന്ധ്ര എന്നുള്ള വക്കീലന്മാരെ ഒപ്പീനിയൻ വാങ്ങിച്ചു. ഞാൻ പറയുന്നത് ഭാഗികമായ CBI അന്വേഷണം പറ്റുമെന്ന്, ഞങ്ങൾ പറ്റില്ല എന്ന് ആന്റണി. ഇതായിരുന്നു തർക്കം. ഇതേ കാര്യമാണ് ഞങ്ങൾ അന്വേഷിക്കട്ടെ, നിന്നുപോകും. PA ശ്രീധരൻപിള്ളയുടെ റോൾ എന്തായിരുന്നുവെന്നും CM പ്രദീപ് കുമാറിന് PS ശ്രീധരൻപിള്ളയുടെ ഈ പറയുന്ന വിദേശത്ത് പോയിട്ടുണ്ടോ, ഗൾഫിൽ സഞ്ചരിച്ചിട്ടുണ്ടോ തുടങ്ങി പാസ്പോർട്ട് അടക്കം പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായ കാര്യവും ഞാൻ ഓർപ്പിക്കാൻ മാത്രമായിരുന്നു. അതിലേക്ക് നമുക്കിനി കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. CM പ്രദീപ് കുമാറും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് അതിലെനിക്ക് പറയാനുണ്ട്. ഞാൻ വരാം. ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കരുത്. ഇല്ല, സമയമുണ്ടെങ്കിൽ ഞാൻ വരാം, നിശ്ചയമായും വരാം. വല്ലാതെ സമയം എടുത്തു നമ്മളിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇടവേളയ്ക്ക് വന്ന് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.